ഹലോ എവരിവൺ. ബിഫോർ ദ സൺസെറ്റിൻ്റെ ഹംപി കാഴ്ചകൾ അവസാന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹംപിയിലെ കമലാപുരയിൽ സ്ഥിതി ചെയ്യുന്ന ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം എക്സ്പ്ലോർ ചെയ്യുന്നത്. നിഗൂഢ രഹസ്യങ്ങളുടെ ബാക്കി പത്രമായി ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഹംപി എന്ന ക്ഷേത്രനഗരിയുടെ അവശേഷിപ്പുകൾ കാത്തു സൂക്ഷിക്കുന്ന മ്യൂസിയം. ദ്രാവിഡ ഇസ്ലാമിക വാസ്തുവിദ്യകളുടെയും വിജയനഗരത്തിൻ്റെ തനതായ ശൈലിയുടെയും സമ്മിശ്ര സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഗോപുരങ്ങളുടെയും കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങളും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിരുന്ന, ഏറ്റവും പ്രശസ്തമായിരുന്ന, ഏറ്റവും വലിയ ഹൈന്ദവ സാമ്രാജ്യത്തിൻ്റെ ശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടം. ഇവിടെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഹംപിയിലെ പ്രധാനപ്പെട്ട മോണുമെൻറ്റ്സിൻ്റെ ചിത്രങ്ങൾ കവാടത്തിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിന് 4 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് വളരെ കൃത്യതയോടെ നിർമ്മിച്ച ഹംപി മാതൃക, ഹംപി വാലി മോഡൽ. ഇവിടെ കാണുന്ന ഹംപി ഭൂപ്രകൃതിയുടെ ഈ സ്കെയിൽ മോഡൽ നമ്പറിട്ട് രേഖപ്പെടുത്തിയ വിവരങ്ങൾ, അതിൽ കാണുന്ന സ്മാരകങ്ങൾ, ഏരിയ പ്ലാനിനെയും സൈറ്റുകളുടെ ആപേക്ഷിക സ്ഥാനങ്ങളെയും കുറിച്ച് വ്യക്തമായൊരു ധാരണ ലഭിക്കുന്നതിനുള്ള വളരെ മികച്ച ഒരു ഡിസ്പ്ലേ ആണ് ഇത്. ഇതുകൂടാതെ മധ്യമുറ്റത്തും അവസാന ഗാലറിയിലും വ്യത്യസ്തങ്ങളായ ഹംപി മോഡലുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ മോഡൽ കണ്ടാലറിയാം ഹംപിയിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ക്ഷേത്ര നഗരി എന്ന് തന്നെയാണ് ഹംപിയുടെ പേരും. രാമായണത്തിലെ കിഷ്കിന്ധയാണ് ഈ ഹംപി എന്ന് പറയുന്നത്. ഈ കിഷ്കിന്ധയും ബാലികേറാമൂലയും അതുപോലെ മാതംഗ പർവ്വതവുമെല്ലാം ഹംപിയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മ്യൂസിയത്തിൻ്റെ 4 പ്രധാന വിഭാഗങ്ങളിൽ രണ്ടാമത്തേത് ഹംപി അവശിഷ്ടങ്ങളിൽ നിന്നുള്ള ശില്പങ്ങളും വിഗ്രഹങ്ങളുമാണ്. കാലങ്ങൾ മണ്ണിൽ പുതഞ്ഞു കിടന്നിരുന്ന ഈ ശില്പങ്ങളെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കുഴിച്ച് കണ്ടെത്തി ഇവിടെ സംരക്ഷിച്ചു വച്ചിരിക്കുന്നതാണ്. ഓരോ ശില്പത്തിനും താഴെ പേര് എഴുതി വച്ചിട്ടുണ്ട്. ഇത് ശക്തി ഗണേശ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്.
ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് രംഗനാഥൻ. ഇത് വരാഹ. നമ്മൾ മൂന്നാമത്തെ വിഭാഗത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇവിടെ വിജയനഗര കോയിനേജാണ്, വിജയനഗര സാമ്രാജ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ. ഇതുകൂടാതെ അന്ന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും മറ്റു വസ്തുക്കളും എല്ലാത്തിൻ്റെ ഒരു വലിയ ശേഖരം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഈ വിജയനഗര കോയിനേജ്. മുകളിലെ ഡിസ്പ്ലേ ബോർഡിൽ വിജയനഗര കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ നമ്പർ ഇട്ട് പ്രദർശിപ്പിച്ചിരിക്കും. അത് ഏത് കോയിനെന്ന് താഴെയുള്ള ഡിസ്പ്ലേ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 18 എന്ന കോയിൻ താഴെ ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കോപ്പർ കോയിൻ നഗരി ലെജൻഡ് കൃഷ്ണദേവരായ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇത് ആ കാലഘട്ടത്തിലെ ജിംനാസ്റ്റിക് സ്റ്റോണാണ്. ഈ കാണുന്നത് വിജയനഗര കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധ ശേഖരങ്ങളാണ്. ഇത് എപ്പിഗ്രഫി വിഭാഗത്തിൽപ്പെടും. ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്ന ശാസനങ്ങൾ. ഇത് റോയൽ സീലാണ്. അങ്ങനെ പണ്ടത്തെ ശാസനങ്ങളെല്ലാം ചെമ്പ് തകിടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണിത്. ഇത് പാം ലീഫ് മാനുസ്ക്രിപ്റ്റാണ്, താളിയോലകളിൽ എഴുതിയ ശാസനകൾ. ഇനി വിജയനഗര പോട്ടറിയാണ് അന്ന് ഉപയോഗിച്ചിരുന്ന കലങ്ങളും പാത്രങ്ങളും ഒക്കെ ഉള്ളത്. ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന, ഒക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു വിഭാഗം. ഇവിടെ ഇന്ത്യൻ സ്ക്രിപ്റ്റാണ്, തെലുങ്കും കന്നഡയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇവിടെ ഗാലറി 4ലേക്ക് നമ്മൾ കടക്കുകയാണ്. 4ാമത്തെ വിഭാഗം. അവസാന ഡിസ്പ്ലേയിൽ ഇതിൻ്റെ ഇവിടെ ഹീറോ സ്റ്റോണും സതിക്കല്ലുമെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഹീറോ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് സമർപ്പിച്ച കല്ലാണ്. അതിൽ സതി സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ മരണശേഷം സതി ആചരിച്ചിരുന്ന സ്ത്രീകളുടെ സ്മാരക കല്ലുകൾ.
ഞാൻ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു സതി ആരംഭിച്ചിരുന്നത് വിജയനഗരത്തിലായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഹംപിയുടെ ഒരു മാതൃക തന്നെയാണ് റോയൽ സെൻറ്ററിൻ്റെ മിനിയേച്ചർ പകർപ്പ്. അവസാന ഗാലറി സ്ഥിതി ചെയ്യുന്ന ഇത് ചെറുതാണ്, എന്നാൽ കൂടുതൽ വിശദമായ ഹംപിയുടെ മോഡലാണ്. ഇവിടെ റോയൽ സെൻറ്ററിൻ്റെ സമഗ്രമായൊരു കാഴ്ച നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹസാര രാമേന്ദ്ര ക്ഷേത്രവും ലോട്ടസ് മഹലും ക്യൂൻസ് ബാത്തും ആനപ്പന്തിയും അങ്ങനെ എല്ലാത്തിൻ്റെയും സമഗ്രമായൊരു കാഴ്ച ഈ മോഡൽ നമുക്ക് തരുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്പറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കുകയാണ്. ഒരു പക്ഷേ ഈ മ്യൂസിയത്തിനുള്ളിൽ കണ്ടതിനേക്കാൾ കൂടുതൽ നമുക്ക് പുറത്ത് കാണാനുണ്ടെന്ന് തോന്നുന്നു. തകർന്നടിഞ്ഞ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ശേഷിപ്പുകൾ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തിയ മണിമുത്തുകൾ പോലെ സൂക്ഷിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ വിഭാഗമാണ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയം കൊണ്ട് ഇവിടുത്തെ സന്ദർശനം നമുക്ക് പൂർത്തിയാക്കാനാകും.
എത്ര കണ്ടാലും മതിവരാത്ത വാസ്തുവിദ്യയുടെ വിസ്മയ കാഴ്ചകൾ കണ്ട് കണ്ടഞ്ചിപ്പിക്കുന്ന വലിയ വലിയ കോട്ടകൾ കണ്ട് ആനപ്പന്തിയും ലോട്ടസ് മഹലും ക്യൂൻസ് ബാത്തും എല്ലാം കണ്ട് ഞങ്ങളിന്ന് മടങ്ങുകയാണ്. ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന, ആരെയും അതിശയിപ്പിക്കുന്ന വിത്തലസ്വാമി ക്ഷേത്രത്തിലെ സംഗീതം പൊഴിക്കുന്ന മ്യൂസിക്കൽ പില്ലറുകൾ, മഹാനവമി ദിബ്ബ, കല്ലിൽ കൊത്തിയെടുത്ത രഥം, എല്ലാം എൻ്റെ ഉള്ളിൽ പ്രകാശം പരത്തുന്ന മണിമുത്തുകൾ പോലെ വെട്ടിത്തിളങ്ങുന്നു. തകർന്നടിഞ്ഞ പ്രതാപത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുമായി ഞങ്ങൾ മടങ്ങുകയാണ്. ഒരിക്കൽ കൂടി ഹംപി സന്ദർശിക്കാനുള്ള സൗഭാഗ്യം ഈശ്വരൻ നൽകുമോ എന്തോ. നിങ്ങളും പോകണം കേട്ടോ ഹംപി കാണാൻ. ഹംപി കണ്ടുവന്ന് എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് പോസ്റ്റ് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.